ഇങ്ങനെ പേടിക്കില്ല ചേട്ടാ. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ CBI അന്വേഷണത്തെ, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, നിങ്ങൾ ഈ CBI അന്വേഷണത്തെ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? അല്ല, അത് ഞങ്ങളെ ഞങ്ങൾ കൂടെയൊക്കെ ഉണ്ടാകും, ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും. ഞങ്ങൾക്ക് ഏത് അന്വേഷണം വന്നാലും ഞങ്ങൾക്ക് ഭയമില്ല, എന്തോ വന്നോട്ടെ, എന്തോ ചെയ്തോട്ടെ എന്നൊക്കെ ഞങ്ങളൊക്കെ പറയും. പക്ഷേ CBI ഇത്തിരി കടുപ്പമാണ് കേട്ടാ. അപ്പം നിങ്ങളുടെ മടിയിൽ കനമുണ്ട്. അതിപ്പോ അത് ചോദിച്ചാൽ ഇപ്പം എതെങ്ങനെയാണ് പറയാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് CBI ഞങ്ങൾ അന്ന് തീർക്കും, എന്ന് തീർക്കും, എപ്പോഴും തീർക്കും, പണ്ട് തീർക്കും, ഇപ്പോഴും തീർക്കും, എപ്പോഴും തീർക്കും. ചില കേസുകളിൽ മാത്രമല്ലേ? അല്ലല്ല, CBI കേസ് ഞങ്ങൾ CBI തത്തയെ ഞങ്ങൾ എതിർക്കും. ശരിയാണ്. എന്തായാലും കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണം, അതിന്റെ അന്വേഷണം CBIക്ക് വിടണമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നമ്മുടെ സർക്കാർ, സംസ്ഥാന സർക്കാർ, പിണറായി വിജയൻ സാറിന്റെ സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ എതിർത്തിരിക്കുകയാണ്. നിങ്ങളൊന്ന് ഓർക്കണം, കേരളത്തിലെ ജനങ്ങളൊന്ന് ഓർക്കണം. അരിയിൽ ഷുക്കൂർ വധക്കേസ് CBIക്ക് വിടാതിരിക്കാൻ വേണ്ടി CPM നന്നായി കിണഞ്ഞു ശ്രമിച്ചു. ഒടുവിൽ CBI അന്വേഷിച്ചു. P. ജയരാജനും TV രാജേഷും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വിചാരണ നേരിടണമെന്ന് കോടതി പറഞ്ഞു. അതാണ് മട്ടന്നൂരിലെ നെഞ്ചുവേദന. അതൊക്കെ പണ്ട് തൂക്കിയെടുത്തോണ്ട് പോയത്, അതൊക്കെ പോട്ടെ. ഇപ്പം വീണ്ടും മട്ടന്നൂരിലെ ഷുഹൈബ് വധക്കേസ് CBIക്ക് വിടാതിരിക്കാൻ വേണ്ടി കോടികളാണ്, ലക്ഷങ്ങളാണ് പൊതുഖജനാവിൽ നിന്ന് മുടക്കിയത്. പെരിയയിലെ ഇരട്ടക്കൊലക്കേസ്, കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വെട്ടിനുറുക്കിക്കൊന്ന CPM കാട്ടാളന്മാരെ, പീതാംബരൻ ഉൾപ്പെട്ട കാട്ടാളന്മാരെ രക്ഷിക്കാൻ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരിൽ നിന്ന് പിഴകളായും നികുതികളായും പിടിച്ചു പറിച്ച പണം കോടികളാണ് സുപ്രീം കോടതിയിലെ വിലപിടിപ്പുള്ള വക്കീലന്മാർക്ക് നമ്മുടെ പിണറായി വിജയൻ സാറിൻ്റെ സർക്കാർ നൽകിയത്. അപ്പോൾ നിങ്ങളൊന്ന് അറിയണം, ADM നവീൻ ബാബു ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിനോടൊപ്പമാണ് ഏത് കാര്യം വരുമ്പോഴും പറയുന്നത് ഒറ്റപ്പെട്ട സംഭവം. 100 കാര്യം ഒരേ തവണ ആവർത്തിച്ചാലും പറയുന്നത് ഒറ്റപ്പെട്ട സംഭവം. അതാണ് ഈ കമ്മി കൂട്ടങ്ങളുടെ ഒരു രീതി. അതെന്ന് പറഞ്ഞാൽ ഇവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പോയി വായ കഴുകണം, അത്രയ്ക്ക് അറപ്പാണ്. പക്ഷേ ഈ നവീൻ ബാബുവിനോടൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ CBI അന്വേഷണത്തെ എതിർക്കുന്നു. എന്തിനാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അതിൽ CPM ഉൾപ്പെട്ട ആൾക്കാർക്കോ പങ്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഇതുപോലെ ഭയക്കുന്നത്? ഇതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. CPM വളരെയധികം വിമർശിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു മാധ്യമപ്രവർത്തകനായ SP പ്രദീപ്. അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ പ്രാവച്ചമ്പലത്ത് കന്യാകുമാരി തിരുവനന്തപുരം ദേശീയപാതയിൽ വെച്ച് ടിപ്പർ ലോറി ഇടിച്ച് മരിച്ചു. അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ അന്വേഷണം CBIക്ക് വിടാനായി കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സർക്കാർ അതിന് എതിർക്കുകയാണ് ഉണ്ടായത്, വിട്ടില്ല. ഇതുപോലെ അതായത് ഈ തെമ്മാടിക്കൂട്ടങ്ങളുടെ അഴിമതികളെക്കുറിച്ച് വിളിച്ചു പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ചത്താൽ എന്ത്, ചത്തില്ലെങ്കിൽ എന്ത്? ആർക്ക് പോയി? കുടുംബത്തിന് പോയി. ഇതുപോലുള്ള തെമ്മാടികളോ, ജനങ്ങളുടെ വിയർപ്പ് നക്കി ജീവിക്കുന്ന രാഷ്ട്രീയ തെമ്മാടികളോ ചത്തു കഴിഞ്ഞാൽ പ്രതിമയായി, വിലാപയാത്രയായി, പൊതുദർശനത്തിന് വയ്ക്കലായി, റീത്ത് കൊണ്ട് മല പോലെ റീത്തായി. കഷ്ടമാണ് ഈ നാടിൻ്റെ അവസ്ഥ. പറഞ്ഞു പോകുമ്പോൾ ഉണ്ടല്ലോ എന്തായാലും നമുക്ക് ഈ നവീൻ ബാബുവിൻ്റെ വിഷയം തന്നെ പറയാം. കാരണം ഒരു പ്രധാന പോയിന്റ് ഇന്ന് കോടതിയിൽ വന്നിട്ടുണ്ട് സുമേഷ്. അതായത് CBI അന്വേഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിസ്സാരമല്ല. സാധാരണ CBIയെ സംബന്ധിച്ചിടത്തോളം CBI അന്വേഷിക്കാൻ അവർ ഏതെങ്കിലും കേസ് വരുമ്പോൾ അത് കോടതി ആലോചിച്ചിട്ട് ഞങ്ങൾ പറയാം എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി അഴവഴ നിലപാടെടുക്കാണ് സാധാരണ എടുക്കുന്നത്. കാരണം അവർക്ക് ഒരുപാട് കേസുകളുടെ ഒരു കൂമ്പാരം അവരുടെ കയ്യിലുണ്ട്, ഒരുപാട് കേസുണ്ട്. ഒഴിഞ്ഞു മാറും. സാധാരണ അവർക്ക് മാത്രം സ്റ്റാഫുകളും കുറവാണ്, അതുകൊണ്ട് ഒഴിഞ്ഞു മാറും. പക്ഷേ ഈ കേസ് വന്നപ്പോൾ ഇത് കോടതിയിൽ നിന്ന് കൃത്യമായി കോടതി പറയുകയാണെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാർ എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും CBIക്ക് വ്യക്തമായ ഈ കേസ് ഏറ്റെടുത്താൽ പ്രയോജനകരമാകും, അതായത് അവർക്ക് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന് CBI ഒരു പ്രാഥമിക നിരീക്ഷണത്തിൽ അവർക്ക് മനസ്സിലായിരിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ അങ്ങനെ അവർ എടുക്കില്ല. അപ്പം സാധാരണ ഒരു പരാജയപ്പെടാൻ പോകുന്ന ഒരു കേസ് ഏറ്റെടുക്കാൻ ഒരിക്കലും തയ്യാറാവില്ല CBI പോലുള്ള ഒരു അത്രയും വിശ്വസ്തമായ സെൻട്രൽ ഏജൻസി. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്നറിയാമോ? ഇതിൽ ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത്
പിന്നെ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ ആരെങ്കിലും എത്തിയതിന് ശേഷം വേണമെന്നാണ് ചട്ടം. ഇവിടെ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഇതിൽ അല്പമെങ്കിലും തലയ്ക്കകത്ത് ആൾതാമസമുള്ളവന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇതിന്റെ തെളിവുകൾ പരമാവധി നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ. അത് പോലീസ് അന്വേഷണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഇനി കലാപാഹ്വാനത്തിന് കേസെടുക്കൂ സാറേ, എടുക്കല്ലേ, അഭിപ്രായമാണേ, അല്ലാതെ കലാപാഹ്വാനം പിണറായി സാറിനെ ഒന്നും അപരാധിച്ചതല്ലേ, ഇത് നമ്മളൊന്ന് അഭിപ്രായം പറഞ്ഞതാണ്. ആ ഒരു സ്വാതന്ത്ര്യമെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് ഈ നവീൻ ബാബുവിൻ്റെ ഫോണിനെ കുറിച്ചൊരു ചർച്ച വന്നില്ല? SP പ്രദീപ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ട സാധനമാണ് അവിടെ വെച്ച്. പക്ഷേ ഫോൺ കിട്ടിയത് ഒരു ആംബുലൻസ് ഡ്രൈവറുടെ കയ്യിൽ നിന്നാണ്. ആ ഫോൺ അങ്ങോട്ട് ഫോർമാറ്റ് ചെയ്തിരുന്നു. SP പ്രദീപിൻ്റെ ഫോൺ ഫോർമാറ്റ് ചെയ്തിരുന്നു. എന്നാലോചിച്ചു എത്ര പോലീസിൽ കിട്ടുമ്പോൾ അപ്പോൾ ആംബുലൻസിൻ്റെ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് പോലീസിന് കിട്ടിയെടുത്ത് വീട്ടുകാർക്ക് കൊടുക്കുമ്പോൾ അത് ഫോർമാറ്റ് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു. അപ്പോൾ ഇവിടെ അതൊന്നും ചർച്ചയായില്ല. നവീൻ ബാബു ട്രെയിനിൽ കയറി ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വിളിച്ചു, ഞാൻ ട്രെയിനിൽ കയറി, ഞാൻ പുലർച്ചെ അവിടെ എത്തുമെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളും ഭാര്യയുമാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നത്. പുലർച്ചെ അവർ അവിടെ നിന്ന് എണീറ്റ് ഇത്രയും ദൂരം വാഹനം ഓടിച്ച് അവർ വരണ്ട എന്ന് കരുതി തീർച്ചയായിട്ടും ഏതൊരു അച്ഛനും ഏതൊരു ഭർത്താവും പറയുന്നത് എന്താണ്, എനിക്ക് വരാൻ കഴിയില്ല, നാളെ എനിക്ക് വരാൻ കഴിയൂ. ചിലപ്പോൾ അദ്ദേഹത്തിന് വരാനുള്ള കാരണം ചിലപ്പോൾ പലതായിരിക്കാം. ചിലപ്പോൾ എന്തോ ആയിക്കോട്ടെ, ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതായിരിക്കാം, ആരെങ്കിലും സമ്മർദ്ദപ്പെടുത്തിയതായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വയം ഇഷ്ടപ്രകാരം ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാരറിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം, എന്തുമായിരിക്കാം. പക്ഷേ അദ്ദേഹം എന്തായാലും വീട്ടുകാരോട് പറയൂ, ഭാര്യയോടും മക്കളോടും പറയൂ, ഞാൻ ഇന്ന് വരില്ല, എനിക്ക് ഇങ്ങനൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളമായിരിക്കും അവിടെ പറയുന്നത്, കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ എത്തിക്കൊള്ളാം, അല്ലെങ്കിൽ ആ സമയം നിങ്ങളെ അറിയിക്കാം എന്ന് പറയൂ. അദ്ദേഹം ട്രെയിനിനുള്ളിൽ കയറി ഇരുന്നിട്ട് വിളിക്കില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് അദ്ദേഹം ട്രെയിനിൽ കയറി, അദ്ദേഹം ട്രെയിനിൽ നിന്ന് കയറിയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് വീട്ടുകാർ പറയുന്നു. അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അത്രയും അടുപ്പമുള്ള ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ അദ്ദേഹം ഇറങ്ങുള്ളൂ. അത് ശരിയാണ്. ഇത് ചേട്ടാ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്ന് കോടതിയിൽ വാദങ്ങൾക്കിടയിൽ പരാമർശം ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പൊ സുമേഷ് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ പരാമർശം ഉണ്ടായി. അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ CBIക്ക് ഇത്തരം ഈ കേസ് ഏറ്റെടുക്കാൻ താല്പര്യം തോന്നിയതും. കാരണം ഇതിനകത്ത് നമ്മൾ വിചാരിക്കും പോലെ അത് വെറും ഒരു ദിവ്യയുടെ പ്രസംഗം കേട്ട് പിന്നെ ഡിപ്രഷനായിട്ട് ഇദ്ദേഹം മരിച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. ആ തരത്തിൽ മാത്രമാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത്. പക്ഷെ അങ്ങനെ അതുക്കും മേലെ എന്തൊക്കെയോ വലിയ വിഷയങ്ങളുണ്ട്. അത് CBIക്ക് ബോധ്യപ്പെടുക്കണം. നമ്മൾ കാണുന്ന ആംഗിളല്ല CBIക്ക് കാണുന്നത്. പോലീസ് കാണുന്നതോ മാധ്യമപ്രവർത്തകർ കാണുന്നതോ സാധാരണക്കാർ കാണുന്നതോ പൊളിറ്റീഷ്യൻസ് കാണുന്നതോ അല്ല ആംഗിളല്ല CBI കാണുന്നത്. അവർക്ക് അതുക്കും മേലെ നല്ലൊരു പോയിന്റ് ഉണ്ടാവും അവർക്ക് കാണാൻ. അത് അവർ കണ്ടിരിക്കുന്നു എന്നാണ്. അത് കണ്ടതുകൊണ്ടാണ് അവർ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്ന സ്ഥിതിക്ക് 12-ം തീയതി കോടതി വീണ്ടും ഈ വാദം പരിഗണിക്കാണ്ട് വിശാലമായ വാദം വേണം എന്നാണ് ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. ഈ കേസ് CBIക്ക് വിടാനാണ്. ഇവിടെ ഏതൊക്കെ കേസ് CBIക്ക് വിട്ടിട്ടുണ്ട്, ഇതെല്ലാം ഈ ഒരു നശിച്ച പാർട്ടിയിലുള്ള അംഗങ്ങളല്ലേ? അല്ല, എനിക്കിത് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലെന്നേ. ഓരോ നാടിൻ്റെയും കഥകൾ നമ്മൾ ഈ മാസികകളിലും പിന്നെ മാഗസിനുകളിലും അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൂടെയും ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതിയാവുകയാണ്. എന്തൊരു നാടായിരുന്നു നമ്മുടേതല്ലേ പണ്ടൊക്കെ. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി പല രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ സ്ഥിരതാമസമാക്കിയവരൊക്കെ ഭാഗ്യവാന്മാരാണ്. ഒന്നും പേടിക്കാനില്ല. ഞങ്ങളൊക്കെ എലിക്കണിയിൽപ്പെട്ടതുപോലെ പെട്ടു. ഒന്നും ചെയ്യും, റോഡിലിറക്കി വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല, റോഡിൽ ഇറങ്ങാൻ പറ്റില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തിയാൽ അത് വീട്ടുകാരുടെയും നമ്മുടെയും ഭാഗ്യം. ആ ഒരു നിലയിലേക്ക്, കാരണം മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലാണ് കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 ദിവസം മുമ്പ് കൊല്ലത്ത് ഒരു ഭർത്താവ് ഭാര്യയെ കാർ കൊണ്ട് ഇടിച്ചു നിർത്തിയിട്ട്, അത് എന്തോ ആയിക്കോട്ടെ കാരണമൊക്കെ പറയുന്നത്, കാരണം നമ്മളിവിടെ പ്രതിപാദിക്കേണ്ട കാര്യമില്ല, പെട്രോൾ ഒഴിക്കുന്നു, കത്തിക്കുന്നു. അത് കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ ഒരു 2.5 വയസ്സായ ഒരു പെൺകുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ അത് അവള് കമ്മിണിയാണ് അവള്. ആ കമ്മിണിക്കേ പറ്റൂ, വേറെ ആരും അത് ചെയ്യില്ല. ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചിട്ട് പറയണം, ആ മൂത്രം ഒഴിച്ചതിന് ഞാനൊരു പണി കൊടുത്തിട്ടുണ്ടെന്നൊന്നും ആലോചിച്ചു. കാരണം അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുഞ്ഞാണ്, ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞിൻ്റെ തെറ്റുകൊണ്ടേ അല്ലാതെ ഭൂമിയിൽ പിറന്നു വീണത്. ഇവളൊക്കെ പുഴുത്ത് ചാകും കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, പുഴുത്ത് ചാകും. ഇനി ഇതിൻ്റെ പേരിൽ ഇനിയിപ്പം എനിക്കറിയാൻ വയ്യ ചേട്ടാ, ഇതൊക്കെ വാക്കുകൾ കിട്ടുന്നില്ല. യവന്മാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും പോയി വായ കഴുകണം, കാരണം അത്രയ്ക്ക് അശുദ്ധമാണ് യവന്മാർ. മെനിഞ്ഞന്ന് ഇന്നലെ പാർട്ടി പരിപാടിക്ക് വേണ്ടിയിട്ട് കോടതിയുടെ മുമ്പ്, വഞ്ചിയിൽ കോടതിയുടെ മുമ്പിലുള്ള ഒരു റോഡ് മുഴുവൻ അടച്ചു കെട്ടി. എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നലെ അത് കാരണം ബുദ്ധിമുട്ടിയത്. കോടതിയുടെ വിധിയുണ്ട്,
പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട് പൊതുനിരത്തുകളിൽ ജാഥകളോ പ്രകടനങ്ങളോ നടത്താൻ പാടില്ല എന്ന്. അതും കോടതിന് മുമ്പ്, മഞ്ചൂർ കോടതിന് മുമ്പാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ പോലുള്ളവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കോടതിയായി. ഇതാണ് എനിക്ക് മനസ്സിലാവും. നമ്മളിതൊക്കെ പറയുമ്പോഴത്തേക്കും വാക്കുകൾ കിട്ടുന്നില്ലെന്നേ. ഒരു പാവം മനുഷ്യനെ, ആ മനുഷ്യനെ ഇനി ഈ 7 മാസം കൂടി കഴിയുമ്പോൾ വിരമിച്ച് അദ്ദേഹത്തിന് എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. 2 പെൺകുട്ടികളെ പഠിപ്പിക്കണം, വിവാഹം കഴിപ്പിച്ചയക്കണം, ഭാര്യ. ഇവർ സത്യം കല്യാണം കഴിഞ്ഞു, രണ്ടുപേരും 2 സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. ഒരു നേരെ വണ്ണം അവർ ജീവിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. അപ്പോൾ ഭാര്യയും കൂടി റിട്ടയർഡ് ചെയ്തതിനു ശേഷം അവർക്കും ഒരു വിശ്രമ ജീവിതം നയിക്കുക, മക്കളെയൊക്കെ കല്യാണം കഴിഞ്ഞ് എന്തുമാത്രം സ്വപ്നങ്ങളാണ് ഈ തെമ്മാടി കൂട്ടങ്ങൾ ഇല്ലാതാക്കിയില്ലേ. ആ പ്രശാന്തൻ എന്ന് പറയുന്നത് വായ കാണണം, ഒറ്റ അടി അടിച്ചു കൊടുക്കണം. ചുമ്മാ ഒന്നും വേണ്ട, അവരെ കണ്ടു കഴിഞ്ഞ ഒരു അടി കൊടുക്കാൻ തോന്നും. കള്ളത്തരം പറഞ്ഞിട്ട് അവനെ ചായ വാങ്ങി കുടിക്കാല്ലാത്തവൻ പെട്രോൾ പമ്പ് ഉണ്ടാക്കാൻ ഇതുവരെയും കേസ് എടുത്തിട്ടില്ലല്ലോ പ്രശാന്ത്. എടുക്കില്ല. അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ, പ്രശാന്തിനെതിരെ കേസ് എടുക്കാത്തതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന്. പിന്നെ പി പി ദിവ്യ എങ്ങനെയാണ് പിന്നെ കോടതിയിൽ ജയിലിലേക്ക് 10-11 ദിവസം കഴിഞ്ഞതെന്നുള്ള കാര്യം കോടതിയിലും എടുക്കുകയാണ്. അതല്ലാതെ ഇവിടുത്തെ സർക്കാരിന്റെയോ പോലീസിന്റെയോ എടുക്കുന്നതല്ല. പി പി ദിവ്യ ഇനി അതും കാണും, ആ ഒരു വൈരാഗ്യം കാണും. ഞങ്ങളുടെ സഖാത്തിയെ നീയൊക്കെ ഇത്രയും ഇതായിട്ട് കിടത്തിയതല്ലേ, ഞങ്ങളുടെ സഖാത്തിക്കെതിരെ നീയൊക്കെ പറഞ്ഞതല്ലേ എന്നുള്ളൊരു പക തീർച്ചയായിട്ടും നവീൻ ബാബുവിന്റെ കുടുംബത്തോടും കാണും. സ്വാഭാവികമായിട്ടും കാണാൻ സാധ്യതയുണ്ട്. ഇത് എന്തോന്ന് ചേട്ടാ, ഇത് ഏതൊരു മെക്സിക്കോയിലൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. മെക്സിക്കോയാണ് ഏറ്റവും ഇതേപോലെ ഈ എന്താണ് മാഫിയ ഒരു അരങ്ങ് വാഴുന്ന ഒരു ഇതാണെന്ന് കേട്ടിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ അതുപോലെയാണെന്ന്. ഇതാ ഇപ്പൊ എന്ന് TV വെച്ച് കഴിഞ്ഞാലും ഇത് കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ കേൾക്കാനാണ് ഈ പറയുന്നത്. എന്തറിയോ, ഈ കാസർഗോഡ് 300 എത്രയോ പവൻ സ്വർണ്ണം ഇരട്ടിപ്പിടിച്ച് നൽകാൻ അവന് അത് വേണോ? അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഉള്ളവൻ വീണ്ടും അത്യാഗ്രഹം കാണിക്കുകയാണ്. ഇരട്ടിപ്പിച്ച് നൽകാമെന്നും പറഞ്ഞ് മന്ത്രവാദി നടത്തി അവൻ്റെ തലയ്ക്ക് അടിച്ചു വന്നു. അത് സ്വർണം തിരിച്ചു വെച്ചപ്പോൾ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇലന്തൂർ നരബലി ഈ ഒരു 8 വർഷം കൊണ്ട് നമ്മുടെ കേരളം എന്തുമാത്രം വികസിച്ചു എന്നുള്ളതാണ്. 8 വർഷം കൊണ്ട് നമുക്ക് എന്താണ് വേണ്ടത്? ഇനി എന്താണ് നമുക്ക് വേണ്ടത് നമ്മുടെ കേരളത്തിൽ? എന്ന് പറയണ്ട, എല്ലാത്തിനും ഈ പറയുന്ന നരബലിയായി. ദിവസവും നമ്മൾ കൊലപാതകത്തിന്റെ വാർത്ത ഇല്ലാത്ത ദിവസം ഇല്ലല്ലോ. ഇല്ല, ഒരു ദിവസം പോലും കൊലപാതകത്തിന്റെ വാർത്ത പറയാൻ പറ്റാത്ത, അത് വായിക്കാൻ പറ്റാത്ത ദിവസമില്ല. ദിവസവും ഇതെല്ലാം നമ്മുടെ അരാജക സമൂഹത്തിന്റെ. ഇന്നലെ കണ്ടില്ലേ, കത്തിക്കുത്ത് കേസിലെ പ്രതിയെ പിടിക്കാൻ പോയി. അവന് 22 വയസ്സോ 21 വയസ്സേ ഉള്ളൂ. അവനെ പിടിക്കാൻ പോയ CIയെ കുത്തി. CIയുടെ കയ്യിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു. അതൊക്കെ അത്രയും ആർജവമുള്ള ആമ്പിള്ളേരായാണ് CI. അതുകൊണ്ട് വേറെ നമ്മളെ കുറെ മിടുക്കന്മാരുണ്ടല്ലോ, റെയ്ഡിലൊക്കെ വന്ന് ഇവിടെ ശിവസാറൊക്കെ എന്തോരും ഇതൊക്കെ കാണിച്ചു. അവരെങ്ങനെ ആണെങ്കിൽ അവർക്കൊക്കെ പറ്റിയത് അതാണ്. ഈ റെയ്ഡും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരെയൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു ആദരവ് തോന്നുന്നത്. സത്യം പറഞ്ഞു പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അതുകൊണ്ട് പറയാൻ പറ്റില്ല. പോലീസിനെ നമുക്ക് അടച്ചു പറയാനും പറ്റില്ലല്ലോ. അവരുടെ ഡ്യൂട്ടിയിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ വന്ന റെയ്ഡ് എന്നവർ പോലും എല്ലാ പോലീസുകാരും താല്പര്യത്തോടെ വന്നവരല്ല. എല്ലാ പോലീസുകാരും അല്ല, ഒരാളൊഴികെ മറ്റൊരാൾക്കും താല്പര്യമില്ലായിരുന്നു. ഒരാളൊഴികെ ഡ്യൂട്ടി ആയിട്ട് ചെയ്തേ പറ്റൂ എന്നുള്ളത്. ഡ്യൂട്ടി നമ്മളത് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും ഈ നവീൻ ബാബുവിന്റെ മരണം അതിവിടെ കൊണ്ട് നമ്മളിതൊക്കെ മുമ്പ് തന്നെ ഊഹിച്ചിരുന്നതാണ്. ഈ കേസിൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ ഊഹിച്ചിരുന്നതാണ്. എന്തായാലും അന്വേഷണം CBIക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ അപ്പീൽ പോകും. അതിനുവേണ്ടി പൊതുഖജനാവിൽ നിന്ന് ഇനി കോടികൾ ചെലവാക്കും. ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കണം, സുപ്രീം കോടതിയിലെ വക്കീലിനൊക്കെ. അപ്പോൾ ഈ കുട്ടികളുടെ ഭാവി, കല്യാണം, പഠനം, മറ്റു ഭാവി ഇതൊക്കെ അവർക്ക് നോക്കണം. അതുകൊണ്ട് അവർക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 5-10 ലക്ഷം രൂപ ചിലവാക്കാം. അതിനപ്പുറത്തേക്ക് ചിലവാക്കാൻ അവരുടെ കയ്യിൽ ഉണ്ടാകുന്നു വരില്ല. അപ്പോൾ നമ്മുടെ പിണറായി വിജയൻ സാറിന്റെ സർക്കാരിന് അങ്ങനെയല്ലല്ലോ. നമ്മളുടെ ഇന്ന് പിഴകളായും നികുതികളായും പിടിച്ചു പറിക്കുന്നത് ഖജനാവിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതിൽ നിന്ന് എടുത്ത് കൊടുത്താൽ മതി. ഷുഹൈബ് വധക്കേസിൽ മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിൽ 58 ലക്ഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. CBIക്ക് കേസ് അന്വേഷണം വിടാതിരിക്കാൻ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ 1,20,00,000 കണക്കുകൾ ഉൾപ്പെടെ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, കേരളം വിട്ടുപോയവർ ഭാഗ്യവാന്മാർ. അവർ മനസമാധാനത്തോടുകൂടി ജീവിക്കും. കേരളത്തിൽ ജീവിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ മഹാഭാവികൾ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. എന്തായാലും ഈ ഒരു സാംക്രമിക രോഗം, കമ്മ്യൂണിസം എന്ന സാംക്രമിക രോഗം എന്ന് കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നോ, നാമാവശേഷമാകുന്നോ, അന്ന് മാത്രമേ ഇവിടുത്തെ സാധാരണക്കാരന് അല്പം മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.